അപ്പോൾ ഒരുപാട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നലെ എനിക്കുണ്ടായൊരു ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1:30-2 മണിയൊക്കെ ആവും. അപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ടെൻഡൻസി വന്നു. മീൻസ് എനിക്ക് ഈ ഒരു ടൈമിൽ എണീക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി ഇല്ല അപ്പുറം എനിക്ക് ഞാൻ അതൊരു വല്ലാത്തൊരു നമ്മളെ തളർത്തുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടിയ ദുരനുഭവങ്ങൾ അങ്ങനത്തെയാണ്. അപ്പോൾ ഈ ഒരു പറമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ചേട്ടൻ്റെ അമ്മാമയുള്ള സമയത്ത് ഗുളികനെയും അതുപോലെ തന്നെ കുറത്തിയെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ വിളക്ക് വെച്ച് ആരാധിച്ചിരുന്ന ഒരു പറമ്പ് പിന്നെ കാലശേഷം ഒന്നും ചെയ്യാണ്ട് അതിൻ്റെ സാന്നിധ്യവും പിന്നെ അതുപോലെ തന്നെ ഒരു യക്ഷിയൊക്കെ ഇവിടെ കുടിയിരിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ പ്രശ്നം വെച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ എത്രത്തോളം മറ്റുള്ളവർ വിശ്വസിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഗൈസ്, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് പോയി ഉടനെ പെട്ടെന്ന് വന്ന് റൂമിൽ കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജനാലയുടെ ഇവിടം തൊട്ട് ഈ അപ്പുറത്തെ സൈഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ഈ ഒരു ജനാലയാണ്. അപ്പം ഈ ഒരു അവിടെ നിന്ന് ഈ ഒരു പരിസരം വരെയാണ് ഇന്നലെ നടന്ന് ചിലമ്പിൻ്റെ സൗണ്ട്. ഇതിൻ്റെ കാതുമേ അടിച്ച് പൊട്ടിക്കുന്ന രീതിയിലാണ് സൗണ്ട് വരുന്നത്. അതുവരെ പോവും തിരിച്ചു വരും, അതുവരെ പോവും തിരിച്ചു വരും. വല്ലാതെ അന്ധവിശ്വാസമൊന്നും നിറയ്ക്കുന്ന സംഭവമൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ ചേട്ടനോ എൻ്റെ കുഞ്ഞാവയോ അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന അച്ഛനോ ഒന്നും ഫീൽ ചെയ്യില്ല. ബട്ട് അത് ഞാൻ അറിയണത് ഞാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഇന്നലെ ഞാൻ എൻ്റെ കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷീറ്റ് എടുത്ത് എൻ്റെ കാതിന്മേ മൂടി പൊത്തി വെച്ചിട്ട് പോലെ ആ സൗണ്ട് എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തു. ഇവിടെ നിന്ന് അതുവരെ നടന്നവരും അവിടെ നിന്ന് ഇതുവരെ നടന്നവരും ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട്. ദേഷ്യത്തിൽ നടന്ന് ഒരു ചെലങ്കിയോ എനിക്ക് പറയാൻ വയ്യ. ഞാൻ ഇന്നലെ പേടിച്ച് ഒരു പരുവായി. ഇന്നലെ എനിക്ക് എക്സ്പീരിയൻസാണ്. ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നെനിക്ക് കിട്ടുന്നുണ്ട്. കുറേ നാളായിട്ട് ശല്യമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പോരാത്തതിന് ഫ്രൈഡേ ആയിരുന്നില്ലേ. അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.